ഹലോ ഹായ്. രാവിലെ എണീച്ചൊരു സ്ഥലം വരെ പോകാമെന്ന് കരുതി ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാം. എവിടെയെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ കോളേജിലേക്ക് 2011 ശേഷം ഇപ്പോൾ ഞങ്ങൾ വെറുതെ അതുവരെ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ച് പോവാം. എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എത്തി 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 അങ്ങനെ ഞങ്ങളുടെ കോളേജ് എത്തി. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു മൊത്തം മാറി. പഴയ കോളേജൊന്നും അല്ല, നിറയെ മരങ്ങളാണ്, ഫുൾ മരങ്ങളാണ്. August 15th ദിവസമാണ് ഞങ്ങൾ പോയത്. ഫുൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആ വഴി കൂടെ ഞങ്ങൾ പോയത്. അവിടെയൊക്കെ നിറയെ സീറ്റൊക്കെ ഉണ്ട് ഇരിക്കാൻ. പണ്ട് ഇതൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പോയി. ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം. ഇതാണ് നെഹ്റുവിൻ്റെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അവരാദ്യമായിട്ട് കെട്ടിയ ബിൽഡിംഗ്. ഇവിടെയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉള്ളത്. എൻ്റെ ഹസ്ബൻഡ് പഠിച്ച സ്ഥലം. അവിടെ നിന്ന് നേരെ ഇറങ്ങി അങ്ങനെ പോയി. അതാ നമ്മുടെ കോളേജ് എത്തി. ഇതാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ ഇപ്പോൾ വേഗം ഐ ലവ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പണ്ടില്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങളൊരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ നോക്കി. എനിക്ക് വയ്യ, ഇതൊക്കെ കാണുമ്പോൾ ഒരു സുഖം. അവിടെ നിന്ന് അങ്ങനെ വിസ്കോം ഡിപ്പാർട്ട്മെൻറ്റിൽ വഴി കൂടെയാണ് ഞങ്ങൾ മുകളിൽ പോയത്. അവിടെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പണി തന്നെ. അത് ലൈബ്രറിയാണ് ഇപ്പോൾ കണ്ടത്. ഇത് ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കുറേ റാങ്കിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ വേറെ ഏതോ ഒരു ക്ലാസ്സാണ് അവിടെ, BBM എന്തോ ആണ്. അവിടെ പോയി ഞങ്ങളിതങ്ങനെ കയറിയിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ സീറ്റ്. പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി ചെയർ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ നോക്കും. ക്ലാസ് എടുക്കുന്നതൊക്കെ പുതിയ ടെക്നോളജിയിലാണ്. സ്ക്രീനൊക്കെ ഉണ്ട്, കർട്ടൻ ഇതൊക്കെ ഇട്ടിട്ടാണ് മൊത്തത്തിലൊരു ക്ലാസ്സൊക്കെ എടുക്കണം. ഞങ്ങളിങ്ങനെ പഴയ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ താഴെ ഇറങ്ങി. അവിടെ ഫുൾ സർട്ടിഫിക്കറ്റ്സാണ്. എന്തൊക്കെയോ വേൾഡ് റെക്കോർഡോ അങ്ങനെ എന്തൊക്കെയോ കുറേ സർട്ടിഫിക്കറ്റ്സ്. അങ്ങനെ ഫ്രണ്ടിൽ വന്നു. അവിടെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഫോട്ടോസ് എല്ലാം ഉണ്ട് അവിടെ. ഇതൊന്നും ഞങ്ങളുള്ളപ്പോൾ ഇല്ല കേട്ടോ. ഞങ്ങളുള്ളപ്പോൾ ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മരങ്ങളാണ്. എന്തുമാതിരി ഭംഗിയാണെന്നറിയാം. കോളേജിൻ്റെ ലുക്കേ ആ മരം വന്നപ്പോൾ മാറി. വേറെ ലെവൽ ലുക്കാണ്. എവിടെ നോക്കിയാലും തണലാണ്. ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട്. ഇതൊരു ചെറിയ ഗ്രൗണ്ട്. വേറെ വലിയ ഗ്രൗണ്ട് വേറെ ഉണ്ട്. അവിടെ ഫ്ലാഗ് ഹോസ്റ്റൊക്കെ ചെയ്യാനുള്ള ഗ്രൗണ്ടാണ്. അവിടെ നേരെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി. ഞങ്ങളുടെ ക്യാൻറ്റീൻ അടച്ചിട്ടുണ്ട്. ഇതാണ് പുതിയ ക്യാൻറ്റീൻ. അപ്പുറത്തെ ഇത് അടച്ചു. അങ്ങനെ പിള്ളേരുണ്ട്, നിറയെ പിള്ളേരാണ്. ഫുൾ എന്തൊക്കെയോ സൈക്ലിങ് സ്പോർട്സിൻ്റെയാണ് മൊത്തം. അവിടെ മൊത്തം പിള്ളേരായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് പോയി ഇരുന്നു. ഒരു പാറയുടെ മേലെ ഇങ്ങനെ പണ്ടത്തെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇത് മൊത്തം ഇവിടെയൊക്കെ മാറി. എന്ത് രസമാണെന്നറിയോ. ഇനി ഒന്നും കൂടെ പഠിച്ചാലോ തോന്നി. അവിടെ ഇരുന്ന് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച്, എൻ്റെ ഭർത്താവിനെയൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ ഇരുന്നു അവിടെ കുറച്ച് നേരം. നല്ല രസമുള്ളൊരു ടൈമായിരുന്നു ആ ടൈം. ഇനിയൊന്നും തിരിച്ച് വരില്ല. ഞങ്ങൾക്ക് ഒന്നും കൂടെ പഠിച്ചാലോ എന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിച്ച് വന്നു. ആക്ച്വലി ഞങ്ങൾക്ക് വരാനേ തോന്നുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ ഞങ്ങളുടെ കോളേജ് ബസ് പോകുന്ന റൂട്ടിൽ കൂടെയാണ് പോയത്. അവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു പാറയുടെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം. നല്ല ഭംഗിയാണ്. അവിടെ എപ്പോഴും ഞങ്ങൾ ഇറങ്ങണമെന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങൾ എപ്പോഴും അവിടെ ഇറക്കാറില്ല. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളങ്ങനെ കുറച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോയി. ബൈ.